ഫോറസ്റ്റ് മന്ത്രിസ്ഥാനം എനിക്ക് നൽകണം. ഈ പോലീസിൽ RSS വൽക്കരണം നടത്തണമെങ്കിൽ, വൽക്കരണത്തിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആഭ്യന്തരം എനിക്ക് തരണം. അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശൻ ആ സ്ഥാനത്തുനിന്ന് മാറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം. ഇതാ ഞാൻ പറഞ്ഞത്. അവിടെ തീർന്നു. വനം വകുപ്പും ആഭ്യന്തരവും ഇവിടെ റെക്ടിഫൈ ചെയ്യേണ്ട രണ്ട് വകുപ്പാണ്. ഒന്ന് പോലീസിലെ RSS വൽക്കരണം, രണ്ട് ഈ IFS ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെ കേന്ദ്ര ലോബിയുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യരെ, മലയോര മേഖലയിലെ മനുഷ്യരെ കുടിയിറക്കാൻ, വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാക്കി ഈ മലയോര മേഖലയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, തീറ്റല്ല, പ്രൊട്ടക്ഷൻ വാളില്ല. പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവർ. ആനയും കടുവയും കേരളത്തിലെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം. നിർബന്ധിത അവസ്ഥയിൽ ജനങ്ങൾ ഇറങ്ങിപ്പോകണം. ഇപ്പം എന്താ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, 5-6 വർഷമായി ഞാൻ പറയാണ്. എന്താ പദ്ധതി? ഈ വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് വിറ്റ് ഇറങ്ങിപ്പോകാൻ ആരും വാങ്ങാൻ കിട്ടില്ല. സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു 15 ലക്ഷം രൂപ. 10 സെൻറ്റും ഒരു വീടുമാണെങ്കിൽ 15 ലക്ഷം. 10 സെൻറ്റും ഒരു വീടും 15 ഏക്കറയാണെങ്കിൽ 10 ഏക്കറയാണെങ്കിൽ 15 ലക്ഷം. 160ഓളം ആളുകൾ 2 ഏക്കറയും 4 ഏക്കറയും ഈ പറയുന്ന 1500-2000 സ്ക്വയർ ഫീറ്റുള്ള വീട് വിട്ടിറങ്ങിപ്പോന്നു. ഞാൻ അവരോട് പോയി കാല് പിടിച്ചു. നിലമ്പൂരിലെ കർഷകരോട് നിങ്ങൾ വിട്ടിറങ്ങരുത്, അബദ്ധമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇറങ്ങിയാൽ ആ ഏരിയ ഫോറസ്റ്റായി. അടുത്ത അങ്ങാടിയിലേക്ക് ഇങ്ങനെ ഈ ഫോറസ്റ്റിനെ മനുഷ്യരുടെ ഇടയിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് കോഴിക്കോട്ട് അങ്ങാടിയിലെത്തും ഈ ഫോറസ്റ്റ്. അതിനെ തടയിടണമെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിസ്ഥാനം എനിക്ക് നൽകണം. ഈ പോലീസിൽ RSS വൽക്കരണം നടത്തണമെങ്കിൽ, വൽക്കരണത്തിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആഭ്യന്തരം എനിക്ക് തരണം. അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശൻ ആ സ്ഥാനത്തുനിന്ന് മാറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം. ഇതാ ഞാൻ പറഞ്ഞത്. അവിടെ തീർന്നു.